നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു കുഞ്ഞൻ ഹോം ടൂറിൻ്റെ വിശേഷമാണ്. ഏകദേശം 6 സെൻറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ട് ചെയ്തെടുത്ത അത്യാവശ്യം ഒരു മനോഹരമായ കുഞ്ഞ് എലിവേഷനോട് കൂടിയിട്ടുള്ള ഒരു വീട്. ഈ വീട് മറ്റാടെയല്ല, എൻ്റെ അനുജത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തൊരു വീടാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റാണ്. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് വെളിച്ചവും അതുപോലെ തന്നെ എയറും ഒക്കെ വീട്ടിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാനുള്ളൊരു സംവിധാനം ചെയ്താൽ തന്നെ ഏകദേശം നമ്മുടെ വീടുകളൊക്കെ മനോഹരമാവും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ഫ്രണ്ട് വ്യൂവിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ എലിവേഷനെ വളരെയധികം ബാധിക്കാത്ത തരത്തിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. GI സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്ന വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗേറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എലിവേഷനിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു എലിവേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്റ്റഡ് പോർഷനാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് കോസ്റ്റല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എലിവേഷൻ്റെ ഭംഗി, അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ഒരു വാർഡ്രോബാണ് നമ്മളാ കാണുന്നത്. ഇവിടെ നമ്മൾ പെയിൻറ്റിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 60-120 ആ സൈസ് വരുന്ന നമ്മുടെ ടൈലാണ്, മാറ്റ് ഫിനിഷ് ടൈൽസാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എപ്പോക്സി ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1.8x1.8 വരുന്ന ആ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലുമുള്ള സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ഒരു ക്യാൻഡിലെവർ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ഗ്രാനൈറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ പില്ലേഴ്സൊക്കെ നമ്മൾ കണ്ടുവരുന്നത് സ്ക്വയർ ടൈപ്പിലാണ്. ഇവിടെ നമ്മളൊരു റൗണ്ട് പില്ലർ കൊടുത്തു. അതുപോലെ തന്നെ ഈ സൈഡിലേക്കായിട്ട് ഒരു ചെറിയ പ്ലാൻ ബോക്സിൽ നമ്മുടെ മറ്റേ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റാണ്. ഇതിപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കാർ പോർച്ച് ചെയ്തിട്ടില്ല, അതിന് പകരം ഈ ഒരു ഏരിയ നമ്മൾ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നമ്മുടെ ഒരു 2 വീലറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് കടക്കാം. നമ്മൾ ഈ വീട്ടിലേക്ക് പ്രധാനമായിട്ടും ജോയിനറി ഡീറ്റെയിൽസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഡോർസ് എല്ലാം പൂർണ്ണമായിട്ടും പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്, പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് സീലിൻ്റെ വിൻഡോസാണ്. നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കയറാം. ഇതൊരു 1/3 ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലിവിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് 3x3.6 സൈസിലാണ് ഈ ഒരു കുഞ്ഞൻ ലിവിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നമ്മുടെ ഒരു ഫ്ലോറിംഗ് ആയിട്ട് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വരുന്ന ഒരു സോഫ സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് ഈ വീട്ടിലേക്ക് മാക്സിമം വെളിച്ചം അതുപോലെ തന്നെ എയറും ഒക്കെ പാസ് ചെയ്യുന്നൊരു സിസ്റ്റം വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസ് എല്ലാം നല്ല വൈഡായിട്ടുള്ള വിൻഡോസാണ്, സ്റ്റീൽ വിൻഡോസാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ടോപ്പിലേക്ക് നമുക്ക് ഒരു ഹിഞ്ചസ് കൊടുത്തിട്ട് ടോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടുള്ളൊരു സംഗതി കാണിച്ചു തരട്ടെ. നമ്മൾ പലപ്പോഴും ഹോളിലേക്ക് നമ്മൾ ഫ്രഞ്ച് വിൻഡോസ് ചെയ്യാറുണ്ട്. ഇത് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള സെറ്റ് കൊണ്ടിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴേക്കുള്ള പോർഷൻ നമുക്ക് ഒരിക്കലും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ നമ്മളത് കൃത്യമായിട്ട് ആ ഒരു സോഫ സെറ്റിയുടെ ലെവലിലേക്കാണ് നമ്മുടെ വിൻഡോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൊമാനിയുടെ 1200-600 സൈസിലുള്ള ടൈൽസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു ഗ്രേ കളർ ആണ്, നമ്മുടെ മൊത്തത്തിലുള്ളൊരു തീം നമ്മുടെ ഗ്രേ കളറാണ്. അതിൽ എപ്പോക്സി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എഞ്ചിനീയേഴ്സ് ബോർഡിൽ ചെറിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ TV ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പുറകിലേക്ക് നമ്മുടെ വൈറ്റ് WPC പാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സീലിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് ഡിസൈനിലുള്ള സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഫൈൽ LED വെച്ചിട്ട് നമ്മൾ ആ സ്ക്വയറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെയർ ഏരിയയിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഇവിടുത്തെ ചെറിയൊരു പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു GI പൈപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടീഷനാണ്. ഈ ഒരു വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിമലിസ്റ്റിക് സ്റ്റൈൽ ഇൻറ്റീരിയർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. ശരിക്കും നമുക്കറിയാം, ഒരു സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷേ നമ്മുടെ കോൺക്രീറ്റിനെ അപേക്ഷിച്ചിട്ട് ഫാബ്രിക്കേറ്റഡ് സ്റ്റെയറുകൾ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവും.
അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ആഗ്രഹത്തിന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ വിസിബിൾ അല്ലാത്ത ഈ ഒരു പോർഷൻ, അതായത് ഒരു ഹാഫ് പോർഷൻ ഇത് കോൺക്രീറ്റിലേക്ക് കൊണ്ടുവരികയും ബാക്കി ഇതിൻ്റെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടോപ്പ് പോർഷൻ നമ്മൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ ഹാൻഡ് റെയിലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ GA ഉപയോഗിച്ചിട്ട് ഹാൻഡ് റെയിൽ ചെയ്തിട്ട് ടോപ്പിലേക്ക് നമ്മുടെ മഹാഗണി വുഡ് വെച്ചിട്ടാണ് ഈ സാധനം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വെളിച്ചത്തിനായിട്ട് ഒരു ലോങ് ലെങ്ത്ത് ഒരു വിൻഡോ എന്ന് പറയാം. ജസ്റ്റ് ഇത് ഓപ്പണബിൾ അല്ല, നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ട് ഒരു വിൻഡോയുടെ പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടോപ്പിലേക്ക് പിന്നീട് ഭാവിയിൽ നമുക്കൊരു റൂമോ മറ്റോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഇനി വാഷ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. ഈ സാധനം നമ്മൾ ചെയ്തിരിക്കുന്നത് GI സ്ട്രക്ചറിൽ WPC ലൂവേഴ്സ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ടോപ്പിലേക്ക് നമ്മുടെ വൈറ്റ് ആർട്ടിഫിഷ്യൽ മാർബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് ഒരു വുഡൻ ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വുഡിൻ്റെ അതേ ഡിസൈനിലേക്ക് ഇവിടെ നമ്മളൊരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, ഒരു ടച്ച് ആ ഒരു സിസ്റ്റം വരുന്ന ആ ഒരു മിററാണ്. ഡൈനിങ് ഹാളാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൈനിങ്ങിന് പ്രത്യേകിച്ച് പാർട്ടീഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ഓപ്പൺ ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീടിന് ഒരു വലിപ്പക്കുറവൊന്നും ഫീൽ ചെയ്യില്ല. വളരെ വൈഡായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുക. ഒരു 6 പേർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളും ഹോളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റഡ് മഹാഗണിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വിൻഡോയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു റൂമിലേക്ക് നമുക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ വൈഡായിട്ടുള്ള ഒരു 4 പാളിയുടെ സ്റ്റീൽ വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ വീടിൻ്റെ കിച്ചനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡോറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ 2 ഡോർസും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ഈ ഒരു കട്ടള എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്ലാവിലും, ഇത് നമ്മുടെ പഞ്ചിങ് ഡോറാണ്. കോസ്റ്റ് എഫക്റ്റീവാണ്. ഏകദേശം ഒരു 3500 ആ റേഞ്ചിനകത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഡോറ് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാനായിട്ട് കിട്ടും. കിച്ചണിലേക്ക് വരുന്ന ടൈമിൽ ഒലിവ് ഗ്രീൻ വൈറ്റ് തീമിലിട്ടുള്ള ഒരു കിച്ചനാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ അലൂമിനിയം ഫ്രെയിമിലും സോളിഡ് ഷീറ്റിലുമാണ്. ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമുക്ക് ഈ ഒരു മോഡുലാർ കിച്ചന് ചിലവ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കിച്ചൺ വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വൈറ്റ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. വൈഡ് വിൻഡോ കിച്ചണിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മുടെ എന്താണ് സിങ്ക് കോക്ക് ഒരു ബ്ലാക്ക് കളർ റൊട്ടേറ്റബിൾ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇങ്ങനെ ഏത് ദിശയിലേക്കും തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിങ്ക് കോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെയധികം സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഒരു പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു ട്രേ. അതുപോലെ തന്നെ ഒരു ടാൻഡം യൂണിറ്റ്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രോ ലിഫ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഫ്രിഡ്ജിന് സെപ്പറേറ്റ് സ്പേസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇതിൻ്റെ ഒരു വോള് നമ്മളിതുപോലുള്ള ഒരു ബ്ലാക്ക് ടൈൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതിയാണ്. ഇത് നമ്മുടെ കോൺക്രീറ്റിലാണ് ഈ ഒരു സ്ലാബ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് നമ്മുടെ ഗാലക്സി ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുമരൊക്കെ കരി പിടിക്കും. അപ്പോൾ അത് നേരത്തെ കണ്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ബ്ലാക്ക് ടൈൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് അത്തരത്തിലുള്ള ഡാർക്ക് കളർ പെയിൻറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ കൊടുത്തിരിക്കുന്ന സെയിം ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയൊരു പാസേജ് പോലെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ ഒരു കർട്ടൻ എന്ന് പറയുന്ന സാധനം. ഇത് ശരിക്കും നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു എന്താ പറയുക വൈഡായിട്ടുള്ളൊരു വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ, നമ്മുടെ ആ ഫ്രണ്ടിലെ പ്രൊജക്ഷൻ, അത് നമ്മൾ ഇവിടെ ആയിട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
വാർഡ്രോബാണ്. ഇത് നമ്മൾ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. കർട്ടൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ എലിവേഷൻ ഒരു ഭംഗിയായി, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പല ഡ്രോയിങ്ങുകൾ കിട്ടുന്ന സമയത്തും ബെഡ്റൂമിലേക്ക് നോർമൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് 2 വിൻഡോസ് ഉണ്ടാവും ബെഡ്റൂമിലേക്ക്. സെൻട്രൽ ഒരെണ്ണം കൊടുക്കും, അതുപോലെ തന്നെ ആ ഒരു വോളിൻ്റെയും സെൻറ്ററിലേക്ക് ഒരെണ്ണം കൊടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് നോക്കിയാൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തികേടാണെന്ന് നമുക്ക് ജസ്റ്റ് ആ പറയുന്ന കണക്ക് ഒരു എയർ കൂളറൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അത്യാവശ്യം പാനലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പാനലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ നമ്മളൊരു പാർട്ടിക്കൽ ബോർഡിൽ തന്നെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു കോട്ടാണ്. അതിനൊരു ഹെഡ് റെസ്റ്റ്, പ്രത്യേക ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് നല്ല എന്താ പറയുക വൈഡായിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു വിൻഡോ, അതിൽ മനോഹരമായ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് ഈ ഒരു റൂമിലേക്ക് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ജിപ്സം ചെയ്ത റൂം പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ജിപ്സം സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ നോർമൽ കോൺക്രീറ്റ് ആണ്. നമ്മൾ കോൺക്രീറ്റിൻ്റെ ടൈമിൽ തന്നെ LED ജംഗ്ഷൻ ബോക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് ലോങ് ലെങ്ത്തിൽ കർട്ടൻ കൊടുത്തത്. അതിനൊരു പെൽവറ്റ് ജിപ്സത്തിൽ തന്നെ കർട്ടൻ പെൽവറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷം. ഈ ടോയ്ലറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും വൈറ്റ് കളർ തീമിലുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. FRP ഡോറാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രേ ഫിനിഷിലുള്ള ടൈൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ മറ്റൊരു ബെഡ്റൂമുണ്ട്, കിഡ്സ് ബെഡ്റൂം. തൽക്കാലം അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. താമസമുള്ള വീടായതുകൊണ്ട് തന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് തൽക്കാലം കാണിക്കുന്നത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സ്പേസ് തന്നെയാണ്. നമ്മുടെ ഒരു കുഞ്ഞ് ഫാമിലിക്ക് ഒരു 2 BHK വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ടവർ റൂം ഇല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് കേട്ടോ. ഇതിൻ്റെ പ്ലാനും എലിവേഷനും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി. ഒരുവിധമുള്ള പ്ലോട്ടുകളിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.